അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ തോമസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ദേ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഒരു ചെറിയ വൺ ഡേ ട്രിപ്പിന് പോവുകയാണ്. ഫുൾ സെറ്റപ്പോട് കൂടിയാണ് പോകുന്നത്. അമ്മ ദേ വീട് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. ഇത് നോക്ക് അമ്മോ. ആ പിടിച്ചോണ്ട് നടന്നു. ഓക്കെ, അതെന്താ അവിടെ നടന്നു? അപ്പൊ നമ്മള് പോവല്ലേ? ഓക്കെ, അടിച്ചു പൊളിക്കുമല്ലേ? സെറ്റല്ലേ? നമ്മള് പോവാ. Okay, this is called Vignesh Maman. തരക്ക് വിഘ്നേഷ് എടാ താത്തടാ. ആ ഹായ്. അവളെ അപ്പുറത്തോടെ നടന്നു വന്ന് കയറ്റാനൊന്നും വരത്തില്ല, പൊക്കമുണ്ട്. എടാ ചൂടെ ഇതൊന്നും തുറന്നു തന്നെ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കയറട്ടെ. ഓക്കെ ഗായ്സ്, ഓക്കെ ഗായ്സ്. എന്റെ കയ്യിലുണ്ട്. ആ ഇറങ്ങി ഇറങ്ങി. അപ്പൊ നമ്മള് ട്രിപ്പ് പോവാ. ടൂണേ വെക്ക്. എടാ വെക്കണോ? അതെന്താ ട്രിപ്പ് പോകാൻ പോവാ, തിരിച്ച് വീട്ടിൽ പോയാലോന്ന്. ഇത് കണ്ട എന്റെ പൊന്നിരിക്കുന്ന ഈ പോയി കണ്ട? തോണു കൊഞ്ചിച്ചേ പോയി. ദാ നിനക്ക് കൊഞ്ചിച്ചുണ്ടായിരുന്നടാ എന്റെ കൊച്ചിനെ. ഇങ്ങോട്ടെ കേട്ടില്ലേ? അവന് സൂയിക്കുന്നില്ല കേട്ടാമേ. എല്ലാത്തിനും അതിന് കൊഞ്ചിക്കും. അങ്ങനെ ഹോം മെയ്ഡ് ഫുഡും ഞങ്ങളുടെ ചുറ്റുമോളി 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 നമ്മുടെ ചുറ്റുമോളി. നമ്മുടെ ചുറ്റുമോളി അപ്പുറത്തോട്ട് നോക്കിക്കേ.
ആ എന്തുവാ അമ്മ പേരൊക്കെ പറഞ്ഞു കാണും. ഓ മാൻ, ഇല്ലേലും ഈ ഇടുക്കിക്കാരൊക്കെ എവിടെ ചെന്നാലും ഇടുക്കി തന്നെ. മൂത്തതല്ല, ഇളയതാ, മരത്തിന്റെ മണ്ടയ്ക്ക്. ഇനി വാമന ഈ നിൽക്കുന്ന ആ ലെഫ്റ്റ് സൈഡിൽ ഒരു കൊമ്പ് അപ്പുറത്തോട്ട് നീണ്ടു കിടക്കുന്നുണ്ടോ? ഈ വന എന്നെ നോക്കിയ നീ ആദ്യം നീത് ആ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആ റൈറ്റ് നീ ആ കമ്പ് ചേച്ചേ ആ അതിൻ്റെ അങ്ങേറ്റത്തെ രണ്ടാണ്. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എന്താ പൊന്നു ട്യൂണേ, നീയല്ല വേറെ ആരെങ്കിലും അമ്മയുടെ വാക്കേട്ട്. എനിക്ക് കേറാൻ മാത്രമേ അറിയുള്ളൂ. പണ്ടേ ഈ ചെറുക്കൻ അങ്ങനെ കേട്ടാ, മറ്റേ ആഞ്ഞലിയിലൊക്കെ വലിഞ്ഞു കയറിയിട്ട്. അമ്മ കയ്യിലെ കാണിച്ചേ. അങ്ങനെ അതെ, പോടി പോ 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 നടക്ക്, വാ പെട്ടെന്ന് നടക്ക്. ആ പിന്നെ എനിക്ക് നടന്ന ശീലമുണ്ടോ? ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ നടക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഡാ അങ്ങോട്ട് വരുന്നുണ്ടേ. എന്ത് രസല്ലേ. പോവാ നമുക്ക് പോവാം. നിങ്ങൾ പോയിക്കോ. ഓക്കേ. ഹയ്യാ അപ്പമ്മ ഹോപ്സ് ഹോപ്സ് വാ 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 വാ. ടൂണു കയ്യിലിരിക്കുന്ന നിപ്ലൂപ്പിയാണോ? അപ്പോൾ ഗൈസ്, വണ്ടി എവിടെ നിർത്തണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങളെല്ലായിടും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് വിഘ്നേശ്വർ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. അപ്പം അതിനിടയ്ക്ക് വേണ്ടേ നീ കടിച്ചിട്ട് തന്നാ മതി. ആഹാ, ഇവിടെ എല്ലാം നോ പാർക്കിംഗ് ആട്ടോ ഫുള്ള്. പിന്നെ ഈ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഈ പഴയ മൂവീസിലൊക്കെ മാത്രമേ ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുള്ളൂ. ഞാനും ഭയങ്കര ഹാപ്പി ആട്ടോ. അത് എൻ്റെ ഒക്കത്തെ കുഞ്ഞുമുണ്ട്, അവൾക്ക് ഒരു പ്രയാസമില്ലാതെ അവൾ ഹാപ്പി ആയിട്ട് എൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുക. അപ്പം ആടല്ല പട്ടിയ. നമ്മളെ ഹോപ്പുമ്മ കയ്യിലിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവരെല്ലാവരും ചോദിക്കും ആടാണോ എന്ന്. ഒത്തിരി താഴോട്ട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം നിറയെ പാവകളും അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കി നോക്കി പോവാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് ഇവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പരസ്പരം ഓരോ സ്ഥലത്ത് നിന്ന് എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കറുത്ത ബാഗ് ഇതോടെ കിടക്കുന്നു. ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു കറുത്തത്.
ആർക്കാ? എന്തോരം കടകളാണ് ഇവിടെ എല്ലാം, ചെറിയ ചെറിയ കടകളിൽ നല്ല നല്ല ഫാൻസി ഐറ്റംസ് ഉണ്ട്. നിനക്ക് പാവമെല്ലാം വേണം. അതുപോലൊക്കെ തന്നെ ഇവിടെ കുറേ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മുടെ അതേപോലെയുള്ള മസാല ഐറ്റംസ്, പിന്നെ കിച്ചൻസ്, അങ്ങനെ കുറേ 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 സാധനങ്ങളുണ്ട് ഇവിടെ. താഴോട്ട് ഒത്തിരി ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഇവളെയും പിടിച്ചുകൊണ്ട് നടക്കൽ ഭയങ്കര പാടാണ്. ഫൈനലി ഇതേ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തി കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ക്യാഷ് കൊടുത്തിട്ടാണ് എൻട്രി ഒക്കെ ഉള്ളത്. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല രസമായിട്ട് കാണാം ദൂരത്തുനിന്ന് നോക്കിയിട്ട് തന്നെ. ഇനിയിപ്പം ഞാൻ ഇവളെ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഒന്നാമത് എൻ്റെ ചെറുപ്പ് ലൂസാണ്, അത് പോരാത്തന്നെ തന്നെ ഇത് താഴെ ഒരു സ്ലോപ്പാണ്. അപ്പം ആ സ്ലോപ്പിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ്. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എല്ലാം കണ്ട് നോക്കി. ഇവളെയാണെങ്കിൽ എല്ലാവരും നോക്കുന്നുണ്ട്. ഇവൾക്ക് ഓരോരുത്തരുടെ പോകാനും പേടിയാട്ടോ. നല്ല കാറ്റ്, നല്ല സ്ഥലം, നല്ല അറ്റ്മോസ്ഫിയർ. നമുക്ക് കുറേ നേരം ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് തോന്നും. എന്താ നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം. ഒരു ഗതി മുട്ടയിലൊരു വാഴ കളരിക്കൊരു വാഴ. ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഗൈസ് എൻ്റെ ഫോണിന് ഇത്ര സൂമുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ, ഇവർ കൂട്ടുപിടിച്ച് പോകുന്നത് കണ്ടിട്ട് കൂട്ടാളികളാണെന്ന് തോന്നുന്നുണ്ട്. കഠിനമായ എന്തോ ഒരു വലിയ ഗൂഢാലോചന അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് അവർ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ കാതോർക്കാൻ ശ്രമിച്ചെങ്കിലും സൂം മാത്രമല്ലേ നടക്കുകയുള്ളൂ. ഇതിനകത്ത് സൗണ്ടൊന്നും കിട്ടുകയല്ലോ ഇവരുടെ സംസാരം. ഇനി ഒരു ചായ കുടിക്കാം. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചാലും മുന്നോട്ടുള്ളതൊക്കെ പോകും. അവളെ ഞങ്ങൾ നൈസായിട്ട് കാറിലാക്കിയിട്ട് ദേ അവന്മാർ നടന്നു വരുന്നുണ്ട്. എന്താ അവിടെ ചേച്ചിയുടെ ചായ നമ്മൾ ആരെങ്കിലും കുടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ചൂടാ. എന്നാ പഴംപൊരി വാങ്ങിച്ചോ? ഇല്ല, അമ്മ ചോദിക്കാൻ പറ്റില്ല. പഴംപൊരി തിരക്ക്. ഇതാ എനിക്ക് എൻ്റെ തപ്പ എങ്ങനെ വെക്കും? ഇപ്പം തരും ടിഷ്യൂ വരും ഉള്ളത്. പിടിക്കാം. അതാ ഉണ്ടായില്ലേ? ബിസിനസിന് ടിഷ്യൂവിൻ്റെ ആവശ്യം മതി. അങ്ങനെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വാഗമൺ ഹിൽ ഗാർഡൻ ആണ്. എനിക്കിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒത്തിരി ഇഷ്ടം തോന്നാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്നിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടല് പാടാണ്. കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വണ്ടിയുടെ സൗണ്ടോ ഇല്ലെങ്കിൽ ഒരു പുകയോ അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം നമ്മുടെ ഓൾറെഡി ഒരു അറ്റ്മോസ്ഫിയർ ഫുള്ളൊരു ഒരു ഡാർക്ക് മോഡായിരിക്കും. പക്ഷേ ഇവിടെ
എൻ്റെ പൊന്നോ, നല്ല HD പ്രിൻറ്റിൽ കാണുന്ന രീതിയിലായിരുന്നു എനിക്ക് ഇവിടുത്തെ ഫുൾ വ്യൂവും കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കുറേ ദൂരമുള്ളൊരു പാർക്കാട്ടോ. ആ, 2 കുഞ്ഞനിയന്മാരും കൂടെ ദേ ഊഞ്ഞാലിൽ ആടിക്കളിക്കുന്നുണ്ട്. പ്രായം വെച്ച് പറയാമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ഫ്രീ ആയിട്ട് പോയി കയറാൻ പറ്റുമോ? ഇല്ല. കാരണം അവർ പറയും ഏജ് ലിമിറ്റ് ഉണ്ട്, ഇതിൽ കയറാൻ പാടില്ല എന്നൊക്കെ. ഈ മുതുക്കനൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബലത്തോടു കൂടിയുള്ള സാധനം തന്നെ വേണം. ദൈവമേ, അവൻ ഞാടാൻ പോവുക. എന്താവൊന്ന് നോക്കാം. ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ ആണോന്നും എനിക്ക് ഡൗട്ടില്ലാതില്ല. പൂവാണോ അമ്മ? അല്ല, ടൂണ അവന് സീസോയിൽ കയറണം. ആ, നിക്ക് വിടാ, ഒന്ന് തുടയ്ക്കണം. എൻ്റെ ദൈവമേ, എല്ലാം കാത്തു രക്ഷിക്കണമേ. 2 കൂടെ അതിൽ കയറിയിരിക്കാൻ പോകുന്നെങ്കിൽ അവന്മാരൊടിയും, ഇല്ലെങ്കിൽ അതൊടിയും. ഇതിനിടയ്ക്ക് നമ്മുടെ ഹോപ്പുമ്മ ഒന്ന് പേടിച്ചൊരു പണി പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ വാഷ് ചെയ്തിട്ട് ദേ വിട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന രീതിയിലൊന്നും അല്ല അവളിപ്പോൾ ഇരിക്കുന്നത്. അവളുടെ ബാക്ക് കണ്ടലേറിയ മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ചിരിക്കുക. അത് മൂന്നാറിലെ വെള്ളമായതുകൊണ്ട് നല്ല തരപ്പുണ്ടായിരുന്നു. ഉണങ്ങിക്കോളും, നടന്നോ, ഉണങ്ങിക്കോളും, നടന്നോ. ഒരമ്മയുടെ കഷ്ടപ്പാട് കണ്ടു ഗൈസ്. പുറകെ ഉണ്ട്. പൊക്കോ മോനെ. ഇല്ല, കുഴപ്പമില്ല, പൊക്കോ പൊക്കോ. ഒരു തവണ വെള്ളത്തിൽ ചാടിയോണ്ട് ഇനി ചാടൂല. അവളാണെങ്കിൽ ഞാൻ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അങ്ങനെയാണ് ഓർക്കിഡ് ഗാർഡനകത്തൊക്കെ നമ്മൾ കയറിയപ്പോൾ ഇവള് എൻ്റെ അടുത്ത് വരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ അകത്തോട്ട് കയറിയപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. അതിലും വഴി പാസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഇവക്കാണെങ്കിൽ വെള്ളം കണ്ടിട്ട് ടെൻഷനായി. അപ്പം ഞാൻ എടുക്കണം. അതിനു വേണ്ടി ചുറ്റി നിന്ന അവസാനം ഞാൻ എൻ്റെ കുഞ്ഞിനെ പൊക്കി എടുത്തു. ആര്? ഓക്കെ, മറ്റേ പിക്ചർ പ്ലാന്റ് അതുണ്ട്. ഓക്കെ, അവിടെ നിന്നില്ലേ പിക്ചർ പ്ലാന്റ് മനസ്സിലായി. പ്രാണികളൊക്കെ പിടിച്ച്. ആ, എൻ്റെ പൊന്നോപ്പുമ്മ, നീ അവിടെ ഒന്ന് നിൽക്കാതെ. ഞാൻ അല്ല, നേരിട്ട് കാണുമ്പോൾ ഒരു കൗതുകം ലേശം കൂടുതലാണ്. മേടിച്ചോ, ഓരോ കൈ വെച്ച് മീനുണ്ടെന്നോ. ഇതവളുടെ ക്യാരി ബാഗ് ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ക്യാരി ബാഗ്, വാട്ടർ ബോട്ടിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന കൂട്ട്. ഇത് ഞാൻ നമ്മുടെ ആലപ്പുഴയിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ വാങ്ങിച്ചത്. കനൈൻ ബൊട്ടിക്ക് എന്ന് പറയുന്നത്. അവിടെ ഞാൻ എന്ത് ഇതേപോലത്തെ യൂസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചു തരാറുണ്ട്. അവൾ ശരിക്കും ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം കുടിക്കേണ്ട അവസ്ഥയും വന്നു. മതിയാ, ബാ 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 ബാ. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു.
ആഹാ ആഹാ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടല്ലോ. ഹോപ്പിങ് വന്നേ. ചേച്ചി അവിടെ നിർത്തല്ലേ അവളെ, അവള് ചാടുവേ. മതിയാ? എന്നാ പോയെടുക്ക ഹോപ്പമ്മ. എന്നാ കൊണ്ടുവാ. താ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ബോൾ എടുത്തോണ്ടെങ്കിൽ വാ. ആ എവിടെ അവക്കിവിടെ കളിക്കാൻ. അയ്യോ ഇത് എന്തോന്നടി. കമ്പ് 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 കുഴി കുഴി കുഴി. പടി പോ. എന്താണേലും ഒരു കാര്യം ഉറപ്പായി, എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഹോളിഡേയ്സാണിത്. കാരണം എനിക്ക് എൻ്റെ അമ്മയുടെ ഒപ്പം, എൻ്റെ അനിയൻ്റെ ഒപ്പം, എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം പോകാൻ പറ്റില്ല. ഇതിലും വലുതായിട്ട് എന്ത് വേണം? അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയോ. ആ ചെയ്തോ. കൊച്ചിനെ വിടാനല്ല. വരുവാ, ഇപ്പഴേ എന്നെ കണ്ടില്ല. അപ്പോൾ ഗായ്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഏഞ്ചൽ തോമസ് ഒഫീഷ്യൽ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വോക്ക് മൺഡേ വിത്ത് മൈ ഫാമിലി. ബൈ ബൈ.